പ്രൈസ് ലോർഡ്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അവിടുത്തെ ഓമനകുമാരനെ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ യാഗമാകാൻ ഏൽപ്പിച്ചു തന്ന മഹാസ്നേഹത്തിനായിട്ട് സ്തോത്രം. കുഞ്ഞാടേ, നീ യോഗ്യൻ. നീ ഞങ്ങൾക്കായി അറുക്കപ്പെട്ടു. സകല ഗോത്രങ്ങളിലും ഭാഷകളിലും വംശങ്ങളിലും ജാതികളിലുമുള്ളവരെ ദൈവത്തിനായി നീ വിലയ്ക്ക് വാങ്ങി. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ നല്ല സമയങ്ങൾക്കായിട്ട് സ്തോത്രം. കർത്താവേ, അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന കർത്താവ്, ഈ കാലയളവിൽ ഞങ്ങളെ തന്നെ ഒന്നുകൂടെ അങ്ങേക്കായിട്ട് ഒരുക്കാനായിട്ട് ഞങ്ങൾക്ക് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളെ ഒരുക്കുന്ന, ഞങ്ങളെ പുനർനിർമ്മിക്കുന്ന, ഞങ്ങളെ ശക്തീകരിക്കുന്ന, ഞങ്ങളെ ക്രമപ്പെടുത്തുന്ന, ഞങ്ങളെ സകലത്തിലും അങ്ങയുടെ മനോഹരത്വത്തോട് അനുരൂപപ്പെടുത്തുന്ന അങ്ങയുടെ വചനം ഞങ്ങൾക്ക് അയച്ചു തരണമേ. നന്ദി കർത്താവെ. അങ്ങയുടെ പരിജ്ഞാനത്തെ വാക്കുകൊണ്ട് എക്സ്പ്രസ് ചെയ്യുവാൻ അടിയൻ്റെ ശബ്ദത്തെ ഉപയോഗിക്കണമേ. ഗ്രഹിച്ച് ഒരുമിച്ച് ആത്മാവിൽ ഉണരാൻ ഞങ്ങളെ സഹായിക്കണമേ. വിരുദ്ധമായി വാദിച്ചു നിൽക്കുന്ന സകല ഇരുളിൻ്റെ സ്വാധീനങ്ങളെയും യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ തകർക്കുന്നു. തൃക്കരങ്ങൾ ഞങ്ങളെ സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നിസ്തുല്യനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാരെ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഉപവസിക്കാൻ, പ്രാർത്ഥിക്കാൻ സഭയായിട്ട് ആമേൻ ഒത്തിരി തിരക്കൊക്കെ എല്ലാവരും പറയുമ്പോഴും പകല് ആമേൻ ദൈവദിനമൊക്കെ ആമേൻ ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം. വൈകുന്നേരവും നിങ്ങളുടെ തിരക്കുകൾ ഒക്കെ ആമേൻ ഒഴിവാക്കി ആമേൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ വന്നതിനായിട്ട് കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ ദൈവ വചനം, ആമേൻ, ആ വചനം എത്രമാത്രം നമ്മൾ ഉൾക്കൊള്ളുന്നോ അതിൽ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, നമ്മൾ ഇൻഡ്വെല്ലിംഗ് സ്പിരിറ്റ്, ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ നമ്മളിലുള്ള അധിവാസം, യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മ നിറവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആമേൻ. നരിയാണിയോളം മുട്ടോളം അരയോളം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കർത്താവിൽ ആശ്രയിച്ച് ചിന്തിക്കാനായിട്ടിടയായി തീർന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഈ സ്തോത്ര സന്ധിയിൽ ആമേൻ അനുബന്ധമായി അല്ലെങ്കിൽ ഒരു തുടർച്ച എന്ന് പറയാം, ആമേൻ, നമ്മുടെ ജീവിതത്തെ യാഗമാക്കുന്നതിനെ കുറിച്ച് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നിന്ന് തുടങ്ങി ആമേൻ കർത്താവിൻ്റെ കൃപയിൽ ഒരുമിച്ച് ചിന്തിക്കാൻ കർത്താവിൻ്റെ കൃപയെ ശരണപ്പെടുന്നു. പ്ലീസ് ഒരാൾ ശബ്ദമുയർത്തുന്നു വായിച്ചാട്ടെ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. മതി. ആമേൻ. ഹല്ലേലൂയ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഹല്ലേലൂയ. ഈ തിരുവെഴുത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ റോമാലേഖനത്തിൻ്റെ പ്രത്യേകത 66 പുസ്തകമുള്ള വേദപുസ്തകത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് റോമാലേഖനം. ആമേൻ. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ, വിശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്ന ഒരു ദൈവ പൈതൽ, എസ്പെഷ്യലി 5-ാം അധ്യായം തൊട്ട് 5, 6, 7, 8 അനിവാര്യമായിട്ട് സ്തോത്രം ആഴത്തിൽ പഠിക്കേണ്ട സ്തോത്രം ഒരു ജയകരമായ, ആമേൻ, ഹല്ലേലൂയ, പാപത്തെ എങ്ങനെ ജയിക്കാം. ഹല്ലേലൂയ. വളരെ സൂക്ഷ്മമായി പഠിക്കുന്ന ഭാഗമാണ് 6-ാം അധ്യായം. എൻ്റെ ശരീരത്തിൻ്റെ ബലഹീനത, സ്തോത്രം, ഇതിനെ വ്യക്തമായി എനിക്ക് തിരിച്ചറിവ് തരുന്നതാണ് 7-ാം അധ്യായം. 8-ാം അധ്യായം എങ്ങനെ പാപത്തെ ജയിക്കാമെന്നുള്ളത് വളരെ സൂക്ഷ്മമായിട്ട് പഠിപ്പിക്കുന്ന അധ്യായമാണ്. 9, 10, 11 അധ്യായങ്ങളുടെ പ്രത്യേകത അത് സ്പെസിഫിക് ആയിട്ട് യഹൂദനെ കുറിച്ചുള്ള വിവരണമാണ്. ഹല്ലേലൂയ. യഹൂദൻ്റെ യാഗങ്ങൾക്ക് വളരെ ചെലവേറിയതായിരുന്നു അവരുടെ യാഗം. അക്കാര്യങ്ങൾ മുഴുവൻ അവരോട് സവിസ്തരമായിട്ട് പ്രസ്താവിച്ച അനന്തരം, ആമേൻ, ഹല്ലേലൂയ,
അവിടെ നമ്മൾ കാണുന്ന നമ്മളെക്കുറിച്ചുള്ള കാര്യമാണ്. ആമേൻ, ഹല്ലേലൂയ. കൊമ്പുകളിൽ ചിലതിനെ ഒടിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവായിരുന്ന നമ്മെ അതിനോട് ചേർത്ത് എന്ത് ചെയ്തു? ഒട്ടിച്ച് ചേർത്തു എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളെക്കുറിച്ചാണ്. അവരുടെ ഭ്രംശം നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളെക്കുറിച്ചാണ്. എന്നാൽ ഈ കാര്യങ്ങൾ സവിസ്തരം പ്രസ്താവിച്ച അനന്തരം 12-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിലേക്ക് വരുമ്പോൾ ചെലവേറിയ ആ യാഗത്തിനപ്പുറമുള്ള അതിവിശുദ്ധമായ തികവുള്ള ഒരു യാഗത്തെക്കുറിച്ച് ആമേൻ, അത് ആ യാഗവസ്തു ഞാൻ തന്നെയാണ്. അതിൻ്റെ വ്യക്തമായ വിശദീകരണത്തിൻ്റെ തുടക്കമാണ് നമ്മൾ 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ആ ഒറ്റ വാക്യമാണ് ആമേൻ നമ്മുടെ ഇന്നത്തെ സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ചിന്ത, നമ്മൾ ഇപ്പോൾ പഠിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ആമേൻ, നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മറ്റൊന്നുമല്ല വേണ്ടത്, ഞാനെന്ന യാഗവസ്തുവിനെയാണ് വേണ്ടത്. എന്നെ തന്നെയാണ് യാഗമാക്കേണ്ടത്. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് അത് സ്തോത്രം ഒന്ന് വിശദമായിട്ട് അല്പം പുറകോട്ട് ആമേൻ ഒന്ന് പോയി ചിന്തിക്കാം. ആമേൻ, യാഗത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് ദൃശ്യമല്ലാത്തതും വിശദീകരിച്ചിട്ടില്ലാത്തതുമായ ഒരു യാഗം ഈ സ്തോത്രം വേദപുസ്തകത്തിലുണ്ട്. ആമേൻ, ഹല്ലേലൂയ. വിവരിച്ചിട്ടില്ലാത്ത ഒരു യാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം, അതിനെക്കുറിച്ച് കൂടുതലൊന്നും പരാമർശിക്കുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. പാപം ചെയ്ത മനുഷ്യൻ, അവന് സ്തോത്രം നമ്മൾ കാണുന്നു, തോട്ടത്തിൽ കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അവൻ സ്തോത്രം എന്ത് ചെയ്തു? ഓടി ഒളിച്ചു. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവർ കാണുന്ന അവർ നഗ്നനാണെന്ന് അറിഞ്ഞത് കൊണ്ട് അവർ ആമേൻ, ഹല്ലേലൂയ, അത്തിയിലകൾ കൂട്ടിത്തുന്നി അതെ അരയാട ഉണ്ടാക്കി. ഓക്കെ, ആമേൻ. എനിവേ, കർത്താവ് അവരെ കണ്ടിട്ട് ആമേൻ അവരോട് മനസ്സിൽ തോന്നി. ബാക്കി കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. സ്തോത്രം. അവർക്കൊരു തോൽ കൊണ്ടുള്ള വസ്ത്രം ഉടുപ്പിച്ചെന്നാണ് കാണുന്നത്, അല്ലേ? ഈ തോൽ എവിടുന്ന് വന്നത്? ചുമ്മാതെ ഒരു സ്തോത്രം. ഇന്ന് ഏതായാലും അത് പാമ്പിൻ്റെ പടം പൊളിഞ്ഞതല്ല, വേറെ ഒന്നും. ചുമ്മാ തോൽ ഉരിഞ്ഞിട്ടേച്ച് പോകുന്ന സംഗതി ഭൂമിയിലൊന്നും വേറെയില്ല. അപ്പം അവിടെ ഒരു തോൽ വരണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഒരു യാഗം നടക്കണം. ബൈബിളിൽ വിവരിച്ചിട്ടില്ലാത്ത, വിശദീകരിച്ചിട്ടില്ലാത്ത അദൃശ്യമായ ഒരു യാഗം അവിടെ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വിശദീകരിക്കാത്ത ഒരു യാഗം നടന്നിട്ടുണ്ട്. എന്നാൽ വിശദീകരിച്ചിട്ടുള്ള ആദ്യ യാഗം എന്ന് പറയുന്നത് കയീൻ്റെ ഹാബേലിൻ്റെ യാഗമാണ്. നമുക്ക് ആ യാഗത്തിലോട്ടൊന്ന് വരാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. അവിടെ സ്തോത്രം നമ്മൾ കാണുന്നത്, ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. അതെ, നമുക്ക് അവിടെ ആ വാക്യത്തിലെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു എന്നുള്ളതാണ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ചിലർ സ്തോത്രം സങ്കടകരമായ ഒരു വിശദീകരണം കേട്ടിട്ടുണ്ട്. ദൈവത്തിന് ഈ കയൻ കൊണ്ടു കൊടുത്ത വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമില്ലായിരുന്നു, അതുകൊണ്ട് സ്തോത്രം വെജിറ്റേറിയൻ യാഗം ദൈവത്തിന് ഇഷ്ടമില്ല, രക്തം കണ്ടാലേ ദൈവത്തിന് പ്രസാദം വരത്തുള്ളൂ. അത് നമ്മുടെ ദൈവം രക്തക്കൊതിയനൊന്നുമല്ല. സ്തോത്രം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും പിന്നെ കർത്താവ് 50-ാം സങ്കീർത്തനത്തിൽ ചോദിച്ചു, ഞാൻ കാളയുടെ മാംസം തിന്നോ, കോലാട്ട് കൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിൻ്റെ ഹോമയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് എന്നുള്ളത് എല്ലാ കാലത്തും ആമേൻ, ഹല്ലേലൂയ, വിശദീകരിക്കാനുള്ള ആമേൻ സകല വ്യാഖ്യാനങ്ങൾക്കുമുള്ള വ്യക്തമായ ഒരു ഉത്തരമാണ്. ആമേൻ, ഹല്ലേലൂയ. അതൊന്നുമല്ല അവിടുത്തെ പ്രശ്നം. കയീൻ്റേത് സ്തോത്രം, അവൻ്റെ വസ്തു, അവൻ്റെ കൃഷിഫലത്തിൽ നിന്നൊരു യാഗം കൊണ്ടുവന്നു, ദൈവത്തിന് അർപ്പിക്കാനായിട്ട് ഒരർപ്പണം കൊണ്ടുവന്നു. എന്നാൽ ഹാബേലിൻ്റെ പ്രത്യേകത, അവന് ഒരു തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. മീൻസ് ഹാബേൽ എന്തെങ്കിലും ഒന്നല്ല യാഗം കഴിച്ചത്,
ഏറ്റവും ശ്രേഷ്ഠമായത്, തൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും നല്ലത്. ഹാബേലിൻ്റെ യാഗത്തെക്കുറിച്ച് കുറച്ചുകൂടെ പറയുമ്പോൾ തൻ്റെ മനസ്സിൻ്റെ ചിന്ത ഇതായിരുന്നു: ഞാൻ എന്നെ തന്നെയാണ് ദൈവത്തിന് യാഗമായി അർപ്പിക്കേണ്ടത്. എന്നെ അർപ്പിക്കുന്നതിന് പകരം എനിക്കുള്ള ഏറ്റവും നല്ലതിനെ ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. ഈ മനോഭാവത്തിൽ തനിക്ക് പകരമായി തനിക്കുള്ള ഏറ്റവും നല്ലതിനെ ദൈവത്തിന് യാഗമായി അർപ്പിച്ചു ഹാബേൽ. ആ യാഗത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഹാബേലിലും, പ്രൈസ് ദി ലോർഡ്, അവൻ്റെ മനോഭാവത്തിൽ, ദൈവത്തോടുള്ള അവൻ്റെ സമീപനത്തിൽ, ദൈവത്തോടുള്ള അവൻ്റെ ചിന്താഗതിയിൽ, ദൈവത്തെ അവനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ ദൈവം എന്ത് ചെയ്തു? പ്രസാദിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഈ കാര്യത്തെ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ ദൈവത്തെ വല്ലാതെ പ്രസാദിപ്പിച്ച ചിലരുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. വല്ലാതെ എന്ന് പറയുന്ന ആ പദം എത്ര വലിയ ചേർച്ചക്കുറവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓടിച്ചെന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 40-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം തന്നെ 40-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഒന്ന് എടുത്ത് വായിച്ചു. എബ്രായരുടെ ദേശത്ത് നിന്ന് കട്ടുകൊണ്ടുപോകുന്നതാകുന്നു. എന്നെ എബ്രായരുടെ ദേശത്ത് നിന്ന് കട്ടുകൊണ്ടുപോകുന്നതാകുന്നു. ഈ കുണ്ടറയിൽ എന്നെ ഇടേണ്ടതിന് ഞാൻ ഇവിടെയും യാതൊന്നും ചെയ്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. മതി. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. യോസഫ് ഇപ്പോൾ, സ്തോത്രം, അത് ആ സംസാരം എന്ന് പറയുന്നത്, സ്തോത്രം, അവിടെ തൻ്റെ കൂടെ തടവറയിൽ ആക്കപ്പെട്ട ആ ഫറവോൻ്റെ 2 ഭൃത്യന്മാരോട് സംസാരിക്കുമ്പോൾ താൻ പറയുന്ന ഒരു വിശദീകരണമാണ്. അവൻ എന്നാ പറയുന്നത്? എന്നെ എബ്രായ ദേശത്ത് നിന്ന് കട്ടുകൊണ്ടുപോകുന്നതാകുന്നു. എന്ത് മനസ്സിലായി? നമ്മളാണ് എന്നാ പറഞ്ഞേനെ? എന്നെ എൻ്റെ ചേട്ടന്മാരെല്ലാം കൂടെ പിടിച്ചു കെട്ടി ഇവന്മാർക്ക് എന്ത് ചെയ്തതാ? വിറ്റതാ. ഒന്ന് ഓർത്ത് നോക്കിയേ. അവൻ്റെ മനസ്സിലുള്ള ചേട്ടന്മാർ, എൻ്റെ സഹോദരന്മാരെ കുറിച്ച് ഒരപവാദം, അവർ ചെയ്ത കുറ്റത്തെ അവൻ എന്ത് ചെയ്തു? മറച്ചു പിടിച്ചു. അവർ ചെയ്ത കുറ്റത്തെ അവർ മറച്ചു പിടിച്ചു. ഇന്ന് ഉള്ളതും ഇല്ലാത്തതും എല്ലാം പെരുപ്പിച്ച് എങ്ങനെ, സ്തോത്രം, ഒരു വ്യക്തിയെ ദുഷിപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന ഗവേഷണം നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഈ യോസഫിൻ്റെ മനോഭാവത്തെ അതിശക്തമായിട്ട് സഭകളിലെ അന്തരീക്ഷത്തിൽ മുഴങ്ങേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. പറയുക, ഞാൻ വാക്യം വായിക്കുമ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോകുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അത്. സ്തോത്രം, ഹല്ലേലൂയ. എന്നെ എബ്രായ ദേശത്ത് നിന്ന് കട്ടുകൊണ്ടുപോകുന്നതാകുന്നു. ഇനി അത് ചേട്ടന്മാരായതുകൊണ്ടാണ്, അല്ല സഹോദരന്മാരായതുകൊണ്ടെന്ന് അങ്ങ് വെക്കാം. അടുത്ത് തന്നെ പറയുന്നേ, ഈ കുണ്ടറയിലിടേണ്ടതിന് ഞാൻ ഇവിടെ യാതൊന്നും ചെയ്തിട്ടില്ല. കണ്ടോ? ഇവിടെ ഇനി ചേട്ടന്മാരുടെ കാര്യം പോട്ടെ, സഹോദരന്മാരാ. ഇവിടെ യജമാനത്തിയുടെ കാര്യമാണ്. യജമാനത്തി ചെയ്ത കാര്യം ചെന്ന അന്ന് തന്നെ മിക്കവാറും, സ്തോത്രം, നമ്മളാരാണേലും എന്ത് ചെയ്യണേ? ഞാനാണേ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരും മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. യൗവനക്കാരനായ യോസഫിനെ യജമാനത്തി വശീകരിച്ച് തന്നോടുകൂടെ പാപം ചെയ്യാൻ, അല്ലെങ്കിൽ സ്തോത്രം വ്യഭിചാരം ചെയ്യാനായിട്ട് അവനെ വശീകരിച്ചിട്ട്, സ്തോത്രം, അത് നടക്കാതെ വന്നപ്പോൾ അവൾ ചതിച്ച് അവൻ കുണ്ടറയിലായതാണ്. അതിനകത്തെ അതിഭയങ്കരമായ കാര്യം എന്ന് പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, തോന്നിയിട്ടുള്ളത്, ഈ പൊത്തിഫർ തിരിച്ചു വരുമ്പോൾ ഒരൊറ്റ വെട്ടിനെ ഇവൻ കൊല്ലാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ കുണ്ടറയിൽ ഇവനെ കൊണ്ടിട്ട്, അല്ലെങ്കിൽ അവനെ കാരാഗൃഹത്തിലാക്കി എന്ന് പറയുന്നത് തന്നെ ചരിത്രത്തിൽ വലിയ അത്ഭുതമാണ്. കാരണം ഒന്നും അടിമയായിട്ട് ഇവൻ വില കൊടുത്ത് മേടിച്ച് ഈ യോസഫിനെ കുറിച്ച് ചോദിക്കാനും പറയാനും ആരുമില്ല. എന്തിനാ യോസഫിനെ കൊന്നെന്ന് വ്യക്തമായ എവിഡൻസ് അവൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ അതൊരു അത്ഭുതമാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവൻ്റെ വാക്ക്, ഈ കുണ്ടറയിൽ എന്നെ ഇടേണ്ടതിന്, പ്രൈസ് ദി ലോർഡ്, അവിടെ ദൈവം പ്രസാദിച്ചൊന്നും എഴുതിയിട്ടില്ല. ജോസഫിൻ്റെ ക്യാരക്ടറിൽ ദൈവം പ്രസാദിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് ഒരു നോർമൽ, ഒരു സാധാരണ മനുഷ്യൻ്റെ പ്രവൃത്തിയിൽ ചെയ്യേണ്ടത് ചെയ്തിട്ട് പ്രസാദിക്കുന്ന ഒരു പ്രസാദമൊന്നുമല്ല അവിടെ ഉണ്ടായത്. പറഞ്ഞ മനസ്സിലായില്ലേ?
കൃത്യമായിട്ട് ചെയ്യേണ്ടതുപോലെ ചെയ്തത് കൊണ്ടുള്ള ഒരു പ്രസാദമല്ല, അതിനെല്ലാം അപ്പുറം സ്തോത്രം അസാധാരണമായ ആ വ്യക്തിയുടെ ക്വാളിറ്റി. പ്രൈസ് ദി ലോർഡ്. അത്ര ഭയങ്കരമാണ് ആ രണ്ട് വാക്കുകൾ. എന്നെ എബ്രായ ദേശത്തു നിന്ന് കട്ടുകൊണ്ടുപോകുന്നതാക്കുന്നു. ഈ കുണ്ടറയിൽ ഇടേണ്ടതിന് ഇവിടെയും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, സ്തോത്രം. എത്രമാത്രം അനുകരണീയമായ മാതൃകയാണ്. ആരെയും ബ്ലെയിം ചെയ്തില്ല. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സാഹചര്യങ്ങളെക്കുറിച്ച്, സംഭവങ്ങളെക്കുറിച്ച്, ചതിക്കപ്പെട്ടതിനെക്കുറിച്ച്, താൻ ഉപദ്രവിക്കപ്പെട്ടതിനെക്കുറിച്ച്, അടിമയായി വിൽക്കപ്പെട്ടതിനെക്കുറിച്ച്, അവൻ യജമാന ഭാര്യ തന്നെ വശീകരിച്ചതിനെക്കുറിച്ച്, ഇങ്ങനെ അവൻ വിവരിച്ചു പറയാൻ വിവിധങ്ങളായ കാര്യങ്ങൾ ഉള്ളപ്പോൾ ഒന്നും പറയാതെ ഹല്ലേലൂയ താൻ നിരപരാധിയാണെന്നും മാത്രം താൻ വരുത്തി തീർക്കുക മാത്രമാണ് ചെയ്തത്. ഹല്ലേലൂയ. ദൈവം യോസഫിൽ പ്രസാദിച്ചതിനെ വാക്കുകൊണ്ട് വിവരിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം ദൈവം യോസഫിൽ അവൻ്റെ മറുപടിയിൽ പ്രസാദിച്ചു, അവൻ്റെ വിശദീകരണത്തിൽ പ്രസാദിച്ചു. അതേ അനുഭവത്തിൽ ദൈവത്തെ വല്ലാതെ പ്രസാദിപ്പിച്ചു എന്നുള്ള പദം ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അതിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ദാനിയേൽ 1:8 പെട്ടെന്ന് വായിക്കണേ. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ പശ്ചാത്തലവും നമ്മളെ അസാധാരണമായ ഒരു സംഭവമാണ്. ഇവർ ഇവിടെ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ആ മുമ്പിൽ ഉള്ള അതിന് മുമ്പുള്ള വാക്യങ്ങളിൽ കാണാം. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സുന്ദരന്മാരും അനന്തര രാജാവ് തൻ്റെ ഷണ്ഡാധിപന്മാരിൽ പ്രധാനിയായ അസ്പനാസിനോട് ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിൽ നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിക്കുവാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാൻ. ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഇവരാരാണ്? ബാലന്മാരാണ്. മീൻസ് ഐസ്ക്രീം കണ്ടാൽ വായിൽ വെള്ളം വരുന്ന പ്രായത്തിലാണ് ഇവരുടെ മുമ്പിൽ വെച്ച ഓഫർ എന്നതാ? രാജാവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കാനുള്ള അവസരം. രാജാവിൻ്റെ ഭോജനം, രാജാവ് കുടിക്കുന്ന വീഞ്ഞ്. സ്തോത്രം. ഹല്ലേലൂയ. അതിന് ചരിത്രപരമായിട്ട് പല കാര്യങ്ങളുണ്ട്. ബട്ട് അവരെന്നാ പറഞ്ഞേ? ഞങ്ങൾ ഇതുകൊണ്ട് ഞങ്ങളെ എന്ത് ചെയ്യത്തില്ല? അശുദ്ധമാക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ അവർക്ക് ഈ കാര്യം പോയി അഭിപ്രായം ചോദിക്കാനായിട്ട് അപ്പൻ കൂടെയില്ല, അമ്മ കൂടെയില്ല, ഒരു നിർദ്ദേശം ചോദിക്കാൻ ആരും അവർക്ക് അവൈലബിൾ അല്ല. സ്തോത്രം. അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ സ്തോത്ര ക്വാളിറ്റി, ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ്, തങ്ങളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി നിലനിർത്തണമെന്ന് ഉള്ള അവരുടെ നിർബന്ധ ബുദ്ധിയാണ് ഇത്രമാത്രം വലിയ സ്തോത്രം ഒരു സമർപ്പണത്തിൻ്റെ മറുപടി അവരിൽ നിന്ന് ഉളവാക്കാനായിട്ട് കാരണമായത്. ആമേൻ. അവർ പറയുകയാ, രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും ഞങ്ങളെ എന്ത് ചെയ്തില്ല? അശുദ്ധമാക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സ്തോത്രം. നമുക്കൊരു ഓർഡിനറി ക്രിസ്ത്യൻ ലൈഫ്, ഒരു സാധാരണ ക്രിസ്തീയ ജീവിതം നയിക്കാം. 2, നമുക്ക് ദൈവത്തെ എന്ത് ചെയ്യാം? പ്രസാദിപ്പിക്കാം. ഹല്ലേലൂയ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം. ഹല്ലേലൂയ. എന്നെ കണ്ടിട്ട്, എൻ്റെ ജീവിതം കണ്ടിട്ട്, എൻ്റെ ചിന്താഗതി കണ്ടിട്ട്, എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ടിട്ട്, ആമേൻ, എൻ്റെ വേ ഓഫ് തിങ്കിങ്, എൻ്റെ ലൈഫ് സ്റ്റാൻഡേർഡ്, എൻ്റെ വചനത്തോടുള്ള സമീപനം കണ്ടിട്ട്, ദൈവത്തിൻ്റെ വചനത്തോടുള്ള അനുസരണം കണ്ടിട്ട്, ആമേൻ, ഹല്ലേലൂയ, എൻ്റെ സമൂഹത്തിലെ പെരുമാറ്റം കണ്ടിട്ട്, എൻ്റെ കുടുംബജീവിതം കണ്ടിട്ട്, ഞാൻ മക്കളെ വളർത്തുന്നത് അവരെ അനുസരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരെ ബിബ്ലിക്കൽ വാല്യൂസിൽ അവരെ വളർത്തുന്നത് കണ്ടിട്ട്, എൻ്റെ സഭയെ ഞാൻ ശുശ്രൂഷിക്കുന്നത് കണ്ടിട്ട്, ആമേൻ, ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ദൈവത്തിൻ്റെ വചനത്തോട് ഞാൻ കാണിക്കുന്ന അനുസരണം കണ്ടിട്ട്, ഞാൻ കൂട്ടായ്മയോട് കാണിക്കുന്ന ആത്മാ
ആത്മാർത്ഥത കണ്ടിട്ട് എൻ്റെ കുടുംബജീവിതത്തിൽ കുടുംബത്തിൽ ഞാൻ പ്രാർത്ഥനയിൽ കാണിക്കുന്ന വിശ്വസ്തത കണ്ടിട്ട് എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ ആ ജോലിയിൽ കാണിക്കുന്ന ആത്മാർത്ഥത, കൃത്യത കണ്ടിട്ട് ജീവിതത്തിൻ്റെ സകല മേഖലകളിലും ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് എൻ്റെ അസൈൻമെന്റ്സ് എനിക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ചെയ്യുന്നതിൽ ഞാൻ കാണിക്കുന്ന ശുഷ്കാന്തി കണ്ടിട്ട് എൻ്റെ കർത്താവിന് എന്നോട് പ്രസാദം തോന്നണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. ഹല്ലേലൂയ. റോമാലേഖനം പറയുന്നു, ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഒന്നുകൂടെ നമുക്ക് ഒരു യാഗത്തെ കൂടെ ഒന്ന് പരിശോധിച്ചിട്ട് ഹല്ലേലൂയ മുൻപോട്ട് പോകാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് തന്നെ ഒന്ന് മടങ്ങി വരാം. അവിടെ സ്തോത്രം 22-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ അബ്രഹാം പറയുന്ന ഒരു മറുപടി ഉണ്ട്. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ആക്ച്വലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്നതാ അബ്രഹാം പറയുന്ന ഒരപ്പൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഈ രണ്ടും നിങ്ങൾക്ക് ഭാവനയിൽ കാണാൻ പറ്റുമല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. പറഞ്ഞ ആ പദത്തിൻ്റെ ഭയങ്കരത്വം എത്രയാണ്. ഞാനും ബാലനും അവിടെ പോയി എന്ത് ചെയ്യാം? ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ആരോടും ചോദിച്ചില്ല, ബാല്യക്കാരെ അവിടെ നിർത്തി. ഇതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ബട്ട് ഇവിടെ താൻ പറയുന്ന മറുപടി, പ്രൈസ് ദി ലോർഡ്, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം. എന്ത് ചെയ്യാൻ പോവാ? സ്തോത്രം. ഒന്നാം അധ്യായത്തിലേക്ക് 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്നവൻ പറഞ്ഞു. അപ്പോൾ അവൻ നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. ഒരു കാര്യവും ഇല്ല, ഒരു വിട്ടുവീഴ്ചയില്ല. എന്താണ് പറഞ്ഞത്? അവനെ ഹോമയാഗം കഴിക്കുക. ഈ ഇസഹാക്ക് അവൻ്റെ ആ ഒരു അവൻ ജനിച്ചത് അതിൻ്റെ പശ്ചാത്തലമൊക്കെ നിർത്തി നോക്കുമ്പോൾ 75-ാമത്തെ വയസ്സ് വരെ അബ്രഹാമിന് മക്കളില്ല. 75-ാമത്തെ വയസ്സിൽ അവന് വാഗ്ദത്തം ലഭിച്ചു. സ്തോത്രം. 100-ാമത്തെ വയസ്സിലാണ് ഈ വാഗ്ദത്തം എന്ത് ചെയ്യുന്നത്? നിവർത്തിയാകുന്നത്. നമുക്ക് ആറ്റുനോറ്റിരുന്നതെന്നൊക്കെ പറയുന്ന ആ പദമൊന്നും ഇതിപ്പോൾ ഈ കാര്യത്തിൽ എന്തല്ല, ഒരു തീർത്തും അപര്യാപ്തമായ ഒരു പദമാണ്. പ്രൈസ് ദി ലോർഡ്. ആ കുഞ്ഞിൻ്റെ ഇസഹാക്ക് എന്ന അവൻ്റെ മകൻ്റെ വില, അവൻ്റെ അതിനു വേണ്ടി കാത്തിരുന്ന കാത്തിരിപ്പിൻ്റെ വില, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനെ വിലമതിക്കാനായിട്ട് പറ്റത്തില്ല. ഈ മകൻ്റെ കാര്യം കർത്താവ് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ, നിന്റെ മകനെ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കും. ഹോമയാഗം എന്ന് പറയുമ്പോൾ എന്നാ ചെയ്യണം? ആദ്യം അറുക്കണം, പിന്നെ എന്ത് ചെയ്യണം? മുറിക്കണം. എന്നിട്ട് ആമേൻ, ഹല്ലേലൂയ, ആ വിറകിൻ്റെ അടുക്ക് വെച്ച് ഇരിക്കുന്ന വിറകിൻ്റെ മീതെ വെച്ച് കത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇത് ചെയ്യാനാ പറഞ്ഞത്. പക്ഷേ അബ്രഹാം എന്നാ പറയുന്നേ? ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിൻ്റെ മുൻപുള്ള ജീവിതത്തെയൊക്കെ എടുത്തു നോക്കുമ്പോൾ അബ്രഹാം ഒത്തിരി കൗശലമൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ 12-ാം അധ്യായത്തിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഞാൻ ഒന്നും വിശദീകരിക്കാനായിട്ട് ഒന്നും സമയമെടുക്കുന്നില്ല. ബട്ട് സ്തോത്രം, ഹല്ലേലൂയ,
17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അബ്രഹാമിനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി വിശദീകരിക്കാനുള്ള ഒരു വചനമാണത്. നീ എൻ്റെ മുമ്പാകെ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അർത്ഥം, സ്തോത്രം, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതാണ് അവനോടുള്ള വാഗ്ദത്തം. അഥവാ അവൻ്റെ വംശപരമ്പരയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഈ ഭൂമിയിൽ വരണം. അതിന് യോഗ്യമായ ഒരു നിഷ്കളങ്കത നിനക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നീ മനുഷ്യരുടെ മുമ്പിൽ കാണിച്ച ഇപ്പോൾ കാണുന്ന ഈ നിഷ്കളങ്കത പോരാ, മറിച്ച് എന്ത് വേണം? എൻ്റെ നോട്ടത്തിൽ നീ നിഷ്കളങ്കനായിട്ടൊന്ന് മാറണം. സ്തോത്രം, ഹല്ലേലൂയ. ആ നിഷ്കളങ്കതയെക്കുറിച്ച്, സ്തോത്രം, ഞാൻ പറഞ്ഞല്ലോ 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ അവിടെ ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ അവൻ എങ്ങോട്ട് പോയി? പെട്ടെന്ന് മിസ്രൈമിലോട്ട് പോയി. ആ മിസ്രൈമിൽ പോകുന്ന വഴിക്ക് അവൻ സാറായോട് പറയുന്നത് എന്നാ? ഞാൻ അവിടെ നീ ഒന്ന് ഭയങ്കര സുന്ദരിയാണ്, അതുകൊണ്ട് ഒരു സാധ്യതയുണ്ട്, എന്നെ കൊന്നിട്ട് അവർ നിന്നെ കൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. മറിച്ച് നീ എൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞാൽ വലിയ നുണയൊന്നും അല്ലതാനും, അല്ലേ? സ്തോത്രം, അല്ലേ? നീ ഒന്ന് പറഞ്ഞാൽ മതി എൻ്റെ പെങ്ങളാണ്. അപ്പം നിന്റെ നിമിത്തം എനിക്കൊന്നുണ്ടാവും, സമ്പത്തുണ്ടാവുമെന്ന്. നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും, ഈ സമ്പത്തിൻ്റെ കാര്യം ലോകത്തിൽ ആരോടും പറയാനുള്ള സമ്പത്താണോ ഇത്? അല്ല. ഞാൻ പറഞ്ഞത്, സ്തോത്രം, ഇങ്ങനെ ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി കൂലങ്കക്ഷമായി അബ്രഹാമിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യല്ല, ഈ നിഷ്കളങ്കന എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായിരിക്കാനായിട്ട് പറഞ്ഞതിനകത്ത് വളരെ വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ എല്ലാ കൗശലവും വിട്ട് നീ എന്ത് ചെയ്യണം? എൻ്റെ മുമ്പാകെ 12 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ, 16 വരെയുള്ള അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം വരെ അബ്രഹാമിൻ്റെ കൗശലങ്ങളുടെ ഒരു പട്ടിക തന്നെ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ബട്ട് അവിടെ കർത്താവ് പറയുന്നത്, ഞാൻ ഉദ്ദേശിച്ച നിലവാരത്തിൽ നീ എന്ത് ചെയ്തില്ല, ആയിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്നതാ? നമ്മളിലേക്ക് വരുമ്പോൾ ദൈവം എന്നോട് ചില വ്യക്തമായ വാഗ്ദത്തങ്ങൾ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെന്നിൽ കൂടെ നിവർത്തിയാകാത്തതിൻ്റെ കാരണം ദൈവം ഉദ്ദേശിക്കുന്ന നിലവാരത്തിലേക്ക് ഞാൻ എന്ത് ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം ഉദ്ദേശിക്കുന്ന നിലവാരത്തിലേക്ക് ഞാനായാലേ ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിച്ചത് എന്നിലൂടെ നിവർത്തിക്കാൻ ദൈവത്തിന് എന്ത് ചെയ്യത്തുള്ളൂ, പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഏതായാലും 17-ാം അധ്യായത്തിലെ ദൈവത്തിൻ്റെ അബ്രഹാമിനുള്ള ഇടപെടൽ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി ഇടപെടലായിരുന്നു. സ്തോത്രം, അവനിൽ വലിയ മാറ്റം വന്നു. ഹല്ലേലൂയ. സ്തോത്രം, അവന് ദൈവം തലമുറയെ കൊടുത്തു. അങ്ങനെ ലഭിച്ച ആ ഇസഹാക്കിനെ അവൻ്റെ യൗവനാരംഭത്തിൽ കർത്താവ് പറയുക, നീ അവനെ കൊണ്ട് എന്ത് ചെയ്യണം? എനിക്ക് യാഗം കഴിക്കണം. ഈ യാഗത്തെക്കുറിച്ച്, സ്തോത്രം, അവിടെ നമ്മൾ നോക്കുമ്പോൾ അബ്രഹാമിന് ഒരൊറ്റ കാര്യം മാത്രമേ അവൻ്റെ മുമ്പിൽ എപ്പോഴുള്ളൂ. ഈ യാഗത്തെ തടയാൻ ഒത്തിരി സാഹചര്യങ്ങളുണ്ടാകാം. സാറായോട് പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. സാറായോട് ജസ്റ്റ് നമുക്ക് ദൈവം അല്ലേ തന്നെന്നോ പറഞ്ഞു. അമ്മച്ചിയോട് വളരെ കാര്യമായിട്ട് ഈ കാര്യം ഒന്ന് പറഞ്ഞായിരുന്നു, അപ്പച്ചനെ എന്ത് ചെയ്തേനെ? അമ്മച്ചി ആളെ കൂട്ടി പിടിച്ചു കിട്ടിയേനെ. സ്തോത്രം, ഇല്ലയോ? കാര്യമൊക്കെ ശരിയാ. അപ്പച്ചനിപ്പം 122 വയസ്സായില്ലേ, നല്ല സെൻസ് അല്ലായിരിക്കും എന്ന് പറഞ്ഞ അപ്പച്ചനെ എന്ത് ചെയ്തേനെ? ഉറപ്പായിട്ടും പറഞ്ഞില്ല. സ്തോത്രം, പറഞ്ഞില്ല. ഹല്ലേലൂയ. യാഗം കഴിക്കാനുള്ള വിറകും എല്ലാ സംഗതിയായിട്ട് അവർ പോയി ബാല്യക്കാരുമായിട്ട്. ബാല്യക്കാരെ യാഗം കഴിക്കേണ്ട സ്ഥലത്തെത്തിയപ്പോൾ ബാല്യക്കാരെ അവിടെ എന്ത് ചെയ്തു? നിർത്തി. മീൻസ് ഒരൊഴികഴിവും ഈ യാഗം കഴിക്കുന്നതിന് എന്ത് ചെയ്യരുത്? ഉണ്ടാകരുത്. ഈ യാഗം നടക്കണം. ഹല്ലേലൂയ. അങ്ങനെ അവർ പോകുമ്പോൾ ഈ ബാല്യക്കാരോട് പറയുന്ന, സ്തോത്രം, നമ്മൾ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അവൻ്റെ ചങ്ക് തകർന്നാണ് അവൻ ആ വാക്ക് പറയുന്നത്. അവൻ പറയുക, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം. എന്നതാ ചെയ്യാൻ പോകുന്നത്? തൻ്റെ ഏകജാതനായ, തൻ്റെ വാഗ്ദത്ത സന്തതിയായ, ആമേൻ, ഹല്ലേലൂയ, ആ സുന്ദരനായ ഇസഹാക്കിനെ അറുത്ത് മുറിച്ച് തീയുടെ മുകളിൽ വച്ച്
ചാരമാക്കാൻ പോകുന്ന അബ്രഹാം പറയുക, ഞങ്ങൾ പോയി എന്ത് ചെയ്തിട്ട് വരാം? ഈ ആരാധിച്ചിട്ട് മടങ്ങി വരാം. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ഹൃദയത്തോട് പറ്റിച്ചേർന്നതിനെ പറിച്ചെറിയുന്നതിന് അബ്രഹാം പറഞ്ഞ വിശേഷണമാണ് എന്നതാണ്? ആരാധന. ദൈവം അപ്പം അത് ഉപയോഗിച്ചില്ല, യാഗം കഴിക്കാനേ പറഞ്ഞുള്ളൂ. പക്ഷേ അബ്രഹാം ആ ഹോമയാഗം കഴിക്കാനുള്ള കൽപ്പനയെ എന്താക്കി മാറ്റി? ആരാധനയാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നമുക്ക് യാഗത്തിന്റെ പ്രമാണങ്ങളിലേക്കൊന്ന് വരാം. ആമേൻ. ഹല്ലേലൂയ. ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് ഓടിയൊന്ന് വരാം. ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് അല്പാൽപമായിട്ട് നിർത്തി ഒക്കെ 9-ാം വാക്യം വരെ വായിക്കണം. ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3 മുതൽ. അവൻ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. യഹോവയുടെ പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അവൻ അതിനെ സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ വെച്ച് അർപ്പിക്കണം. അവൻ ഹോമയാഗത്തിന്റെ തലയിൽ കൈവയ്ക്കണം. എന്നാൽ അത് അവന് വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ അവന്റെ പേർക്ക് സുഗ്രാഹ്യമാകും. അവൻ യഹോവയുടെ സന്നിധിയിൽ കാളക്കിടാവിനെ അറുക്കണം. അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കലുള്ള യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. അവൻ ഹോമയാഗ മൃഗത്തെ തോലുരിച്ച് ഖണ്ഡം ഖണ്ഡമായി മുറിക്കണം. പുരോഹിതനായ അഹരോന്റെ പുത്രന്മാർ യാഗപീഠത്തിന്മേൽ തീയിട്ട് തീയുടെ മേൽ വിറക് അടുക്കണം. പിന്നെ അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ഖണ്ഡങ്ങളും തലയും മേധസ്സും യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിന്മീതെ അടുക്കി വെക്കണം. അതിന്റെ കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം. പുരോഹിതൻ സകലവും യാഗപീഠത്തിന്മേൽ ഹോമയാഗമായി അർപ്പിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, അവൻ ഹോമയാഗത്തിൻ്റെ അല്ലെങ്കിൽ അവൻ വഴിപാടായി കന്നുകാലികൾ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണെ അർപ്പിക്കണം. യഹോവയുടെ പ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം അവൻ അതിനെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് അർപ്പിക്കണം. അവൻ ഹോമയാഗത്തിൻ്റെ തലയിൽ കൈവയ്ക്കണം. എന്നാൽ അത് അവന് വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ്റെ പേർക്ക് സുഗ്രാഹ്യമാകും. എന്നിട്ട് എഴുതിയിരിക്കുന്നത്, സ്തോത്രം, അവൻ യഹോവയുടെ സന്നിധിയിൽ കാളക്കിടാവിനെ അറുക്കണം. അപ്പം യാഗം കഴിക്കാനായിട്ട് കൊണ്ടുവന്നവൻ തന്നെ തൻ്റെ പാപത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ പോരായികയുടെ അകൃത്യത്തിൻ്റെ കുറ്റം ആ മൃഗത്തിൻ്റെ തലയിൽ കൈവച്ച് അതിൻ്റെ മേൽ ചുമത്തിയിട്ട് അവൻ തന്നെ അതിനെ എന്ത് ചെയ്യണം? അറുക്കണം. ഹല്ലേലൂയ. ആക്ച്വലി അതിൻ്റെ പ്രമാണം ദൈവം അതുകൊണ്ട് ഉദ്ദേശിച്ചത് പാപത്തിൻ്റെ കാഠിന്യത്തെ മനുഷ്യകുലത്തിന് ബോധ്യം വരുത്താനായിട്ട് വ്യക്തമായി ദൈവം നിയമിച്ച ഒരു സ്തോത്ര വസ്തുത കൂടെ ആയിരുന്നു യാഗം. നമ്മൾ പറയുമ്പോൾ വരാനിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരമയാഗത്തിൻ്റെ നിഴലായിരിക്കും ആണ് എന്ന് ഇത് പറയുമ്പോൾ തന്നെ ഹല്ലേലൂയ, തൻ്റെ മനസ്സാക്ഷിയിൽ ഈ നിഷ്കളങ്ക മൃഗം തൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് അറുക്കപ്പെട്ട മൃഗം പിടഞ്ഞു ചാകുമ്പോൾ തൻ്റെ മനസ്സാക്ഷിയിൽ ഒരു ഉണർത്തപ്പെടൽ ഉണ്ടാകണം. ആമേൻ. എൻ്റെ പാപത്തിൻ്റെ കാഠിന്യം എത്ര വലുത്, അതിൻ്റെ പരിണത ഫലം എത്രമാത്രം ഭയങ്കരം എന്നൊരു ചിന്ത അവൻ്റെ ഉള്ളിലുണ്ടായിട്ട് ഹല്ലേലൂയ, അതുകൊണ്ടാണ് ഇതെല്ലാം ഇവൻ തന്നെ ചെയ്യേണ്ടതായിട്ട് നിയമിച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അപ്പോ ആ ഭയങ്കരത്വം അവനെ എന്തിലോട്ട് മാറ്റണം? ഇനി പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു മാനസിക നിലവാരത്തിലേക്ക് അവനെ മാറ്റണം. പക്ഷെ അന്ന് ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചത് എന്നാന്ന് ചോദിച്ചാൽ, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവർക്കല്ല ഇത് എന്തായി തീർന്നു? ഒരു റിച്വലായി തീർന്നു, ഇതൊരു ആചാരമായി തീർന്നു. സ്തോത്രം. പിന്നെ അവർക്ക് മനസ്സിലായി, എല്ലാ ദിവസവും ഓരോ കാളയെ അല്ലെങ്കിൽ ഓരോ ആടിനെ, കാശുള്ളവനാണെങ്കിൽ ആടിനെ അല്ലെങ്കിൽ ഒരു കാളയെ എല്ലാ ദിവസവും കൊടുക്കാനുണ്ടെങ്കിൽ എല്ലാ ദിവസവും എന്ത് ചെയ്യാം? പാപം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 50-ാം സങ്കീർത്തനത്തിൽ കർത്താവിന് ചോദിക്കേണ്ടി വന്നത്, ഞാൻ കാളയുടെ മാംസം തിന്നുമോ, കോലാട്ട് കൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? പ്രൈസ് ദി ലോർഡ്. എസെക്കിയേൽ പ്രവചനത്തിൽ വരുമ്പോൾ സ്തോത്രം, ആ യാഗമൃഗത്തെ അറുത്ത ആ കത്തിയുടെ വാ മുഴുവൻ എന്ത് ചെയ്തിരിക്കുന്നു? കൊഴുപ്പ് കൊണ്ട് അത് പൊറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മലാക്കി പ്രവചനത്തിൽ വരുമ്പോൾ ആമേൻ, ഈ ആ സ്തോത്രം വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് അതിൻ്റെ വാതിൽ എന്ത് ചെയ്തായിരുന്നു? എന്ത് ചെയ്യാൻ കൊള്ളാമെന്ന് എഴുതിയിരിക്കുന്നേ?
ഒന്ന് അടച്ചാൽ കൊള്ളായിരുന്നു എന്നൊക്കെ എഴുതാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇതെല്ലാം എന്തായി തീർന്നു? വെറും ആചാരമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ക്രിസ്തീയ ജീവിതത്തിലും ഈ അപകടമുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന, നമ്മൾ ചെയ്യുന്ന ആരാധന, നമ്മൾ ദൈവവചനം വായിക്കുന്നത്, ഈവൻ നമ്മൾ പ്രസംഗിക്കുന്നത്, ഇതൊന്നും ഒരാചാരമായി പോകാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതൊരു ഭയങ്കര ഇത് നമ്മളിങ്ങനെ ആയിത്തീരുന്നത് നമ്മൾ എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. അപ്പം ആചാരമായി പോകുമെന്ന് പേടിച്ച് ഇടയ്ക്ക് വെച്ച് നിർത്താനല്ല പറയുന്നത്, മറിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ സജീവത, ആ ജീവൻ എപ്പോഴും ഞാൻ മനഃപൂർവ്വമായിട്ട് എന്ത് ചെയ്യണം? നിലനിർത്തണം. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലെ മനോഹരമായ ചില വാക്യങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ആമേൻ, ഹല്ലേലൂയ, അതുകൊണ്ട് യേശു തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനവും ദേവാലയത്തിൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട്, ആമേൻ, ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശരീരം ശുദ്ധവെള്ളത്താൽ കഴുകപ്പെട്ടവരുമായി ധൈര്യത്തോടെ അടുത്ത് ചെല്ലുക. ഹല്ലേലൂയ. മുമ്പേ പറഞ്ഞ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ദുർമനസാക്ഷി എന്ന് പറയുന്ന കാര്യത്തോട് ബന്ധപ്പെട്ടതാണ്. കുറെ നാൾ ചെയ്ത് കഴിയുമ്പോൾ എല്ലാം എന്തായി തീരും? ആചാരമാകും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എപ്പോഴും പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നു. ഈ സ്തോത്രം, ഈ ദൈവവചനമൊക്കെ തുടർച്ചയായിട്ട് കേട്ടിട്ട് അതൊക്കെ അങ്ങനെ ഒക്കെ ആണ് എന്നുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ ഒരു സെൽഫ് ജസ്റ്റിഫിക്കേഷൻ വന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശബ്ദത്തെ ഞാൻ നിഷേധിക്കാൻ അല്ലെങ്കിൽ ഒന്ന് മാറ്റിവെക്കാൻ, സ്തോത്രം, ഇപ്പം എൻ്റെ സഹോദരനോട് എനിക്കൊരു പിണക്കമുണ്ടായി. അതിപ്പം അതിന് ഒത്തിരി എക്സ്ക്യൂസ് ഉണ്ട്, അവൻ്റെ ഭാഗത്താണ് കുഴപ്പം. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് എന്നെ പ്രചോദിപ്പിച്ചു, അവനോട് പോയി എന്ത് ചെയ്യണം? ക്രമീകരണം പ്രാപിക്കണം. കാര്യം ശരി, അവനാ കുഴപ്പം ഉണ്ടാക്കിയേ. കർത്താവ് പറഞ്ഞത്, സ്തോത്രം, അവൻ്റെ മനസാക്ഷി കൊണ്ട് അവനെ ഓർപ്പിച്ച് അവനെ ശരിയാക്കി എടുക്കണമെന്നൊന്നും അല്ല കർത്താവ് പറഞ്ഞേ. നീ വസ്തുവായിട്ട് യാഗം കഴിക്കാനായിട്ട് വരുമ്പോൾ നിനക്ക് നിൻ്റെ സഹോദരൻ നിന്നോട് വല്ലതും, അവൻ നിന്നോട് വല്ലതും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ ആദ്യം പോയി അവനോട് ചെയ്യണം. യാഗം പിന്നത്തെ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെടുക. ആ ദുർമനസാക്ഷി നീങ്ങുക എന്നുള്ള എനിക്ക് കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു വസ്തുത, ഒരു ദൈവ പൈതലിൻ്റെ മനസാക്ഷി എന്ന് പറയുന്നത്, നമ്മൾ ഈ മനസാക്ഷി പലക, എൻ്റെ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ മനസാക്ഷി പലക എന്ന് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പ്രത്യേക പലകയൊന്നുമില്ല, ബട്ട് സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഈ മനസാക്ഷിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് കർത്താവ് പഠിപ്പിച്ചത് എങ്ങനെയാണ്? ഒരു തുറന്ന മുറിവ് പോലെ ആയിരിക്കണം നമ്മുടെ മനസാക്ഷി. മനസ്സിലാകുന്നുണ്ടോ? ഈ ബൈക്ക് അപകടമൊക്കെ ഉണ്ടായി, സ്തോത്രം, ഈ കാലിൽ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ അല്ലേ തൊലി ഇങ്ങനെ ചീന്തിപ്പോയിരിക്കുന്നവരുടെ അടുത്തോട്ട് നമ്മൾ ചെല്ലുമ്പോഴേ അവർക്ക് എന്താണ്? പേടിയാണ്. കാറ്റടിച്ചാൽ അവർക്ക് വേദന ഉണ്ടാവും. മനസ്സിലായോ? ഒന്നും പോയി കൊള്ളണ്ട, കാറ്റടിച്ചാൽ എന്തുണ്ടാവും? വേദന ഉണ്ടാവും. ഒരു ദൈവത്തിൻ്റെ മനസാക്ഷി ഇങ്ങനെ ആയിരിക്കണം. ഒരു ചെറിയ പോരായ്ക അവൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ അപ്പോൾ തന്നെ കുറ്റബോധം അല്ലെങ്കിൽ പാപബോധം ഉണ്ടാക്കുകയും റീസ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു നിലവാരത്തിലായിരിക്കണം അവൻ്റെ മനസാക്ഷി. ഈ മനസാക്ഷിയെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മൾ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് നമ്മളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, സ്തോത്രം, അവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. പിന്നെ എന്നാ എഴുതിയിരിക്കുന്നേ? കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികളെ അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികളെ അലക്കി വെളുപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. നിർഭാഗ്യവശാൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രയോഗമല്ല ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ, അത് മഹോപദ്രവ കാലത്ത് വരുന്നവരാണ് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് കഴുകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് കഴുകുക എന്നുള്ള പ്രക്രിയ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും നടക്കേണ്ടതാണ്.
എപ്പോഴെൻ്റെ മനസാക്ഷി, ഞാൻ അറിയാതെ പോലും എൻ്റെ മനസാക്ഷി എന്ത് ചെയ്യാം? മരവിക്കാം, ഡിഫൈൽഡ് ആകാം, അല്ലെങ്കിൽ പതിവിലോട്ട് പോകാം. അത് പതിവിലോട്ട് പോകാതിരിക്കേണ്ടതിന്, അത് എൻ്റെ ഉള്ളിൽ ഒരു പാരമ്പര്യമായി എൻ്റെ വിശ്വാസം മാറാതിരിക്കേണ്ടതിന്, വിശ്വാസ ജീവിതത്തിന്റെ സജീവത എപ്പോഴും എന്നിൽ നിലനിൽക്കേണ്ടതിന്, എപ്പോഴും എൻ്റെ മനസാക്ഷി കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് കഴുകപ്പെട്ടുകൊണ്ടിരിക്കണം. എപ്പോഴും ഇത് തളിക്കപ്പെട്ടുകൊണ്ടിരുന്നാലുള്ള പ്രത്യേകത, ഹല്ലേലൂയ, ആമേൻ. ഒരു ചെറിയ പോരായ്മ എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ തന്നെ ഞാൻ എന്നെ തന്നെ ഒരു നീതീകരണത്തിനായിട്ട്, ഞാൻ എന്നെ തന്നെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. മറിച്ചായാലുള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, എല്ലാ കാര്യത്തിനും, നമ്മൾ ചെയ്യുന്ന മുഴുവൻ തെറ്റിനും നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ഒരു ന്യായീകരണമുണ്ട്, സെൽഫ് ജസ്റ്റിഫിക്കേഷൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു കുഴപ്പം യെരമ്യാ പ്രവാചകൻ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, ഹൃദയം എല്ലാറ്റിലും കപടവും വിഷമവുമുള്ളത്. സങ്കീർത്തനത്തിൽ ഞാൻ റെഫറൻസ് ഓർക്കുന്നില്ല, പെട്ടെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ: തൻ്റെ കുറ്റം തെളിഞ്ഞ് വെറുപ്പായി തീരുകയില്ലെന്ന് ഈ മനസ്സ് എന്ത് ചെയ്യുന്നു? തന്നോട് തന്നെ മധുരവാക്ക് പറയുന്നു. കണ്ടോ? നിന്റെ ഈ പരിപാടിയൊന്നും വേറെ ആരും എന്ത് ചെയ്തില്ല, അറിയത്തില്ല. നിന്റെ മനസ്സിലല്ലേ ഇരിക്കുന്നത്, വേറെ ആരെങ്കിലും കാണുമോ? ഇത് ആരോട് പറയും? എൻ്റെ മനസ്സ് എന്നോട് തന്നെ പറയും. ഇങ്ങനെ പറഞ്ഞ് നമ്മളെ വഞ്ചിക്കുന്ന നമ്മുടെ ഈ മനസ്സ് ഇങ്ങനെ ആയി പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം? ഈ കുഞ്ഞാടിൻ്റെ രക്തം എൻ്റെ ഉള്ളിൽ ഫ്രഷായിട്ട് വീണുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ മുറിഞ്ഞ ഒരു ഫ്രഷ് വൂണ്ട് പോലെ ആയിരിക്കണം എൻ്റെ മനസാക്ഷി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം. നമുക്ക് മടങ്ങി വരാം. അവിടെ സ്തോത്രം. അവൻ്റെ ഉള്ളിൽ ഒരു ഭക്തൻ, ഒരു ന്യായപ്രമാണത്തിൻ്റെ കാലഘട്ടത്തിൽ അവനൊരു യാഗമൃഗത്തെ അറുക്കുമ്പോൾ, ആ അറുത്ത മൃഗം പിടഞ്ഞ് ചാകുമ്പോൾ തൻ്റെ ഉള്ളിൽ പാപബോധമുളവായി അവൻ്റെ മനസ്സാക്ഷിയിൽ ഉണർത്തപ്പെടലുണ്ടായിട്ട്, എൻ്റെ പാപത്തിൻ്റെ പരിണത ഫലം എത്രമാത്രം വലുതെന്നോർത്തിട്ട് അവൻ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. എന്നാൽ അത് പിന്നീട് റിച്വലായി മാറിയപ്പോൾ ഇത് സ്തോത്രം ഇതിൻ്റെ ഫലപ്രാപ്തി എന്ത് ചെയ്തില്ല? ഈ ന്യായപ്രമാണത്തിൻ്റെ ബലഹീനത എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗം അതാണ്. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മുമ്പോട്ട് വരുമ്പോൾ അവിടെ സ്തോത്രം, അവൻ ഹോമയാഗത്തിൻ്റെ തലയിൽ കൈവയ്ക്കണം. അടുത്തത്, അവൻ യഹോവയുടെ സന്നിധിയിൽ കാളക്കിടാവിനെ അറുക്കണം. അടുത്തത്, അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം കൊണ്ട് കൂടാരത്തിന്റെ വാതിൽക്കലുള്ള യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. അടുത്തത്, അവൻ ഹോമയാഗ മൃഗത്തെ തോലുരിച്ച് ഖണ്ഡമായി മുറിക്കണം. അടുത്തത്, പുരോഹിതനായ അഹരോന്റെ പുത്രന്മാർ യാഗപീഠത്തിൽ തീയിട്ട് തീയുടെ മേൽ വിറക് അടുക്കണം. പിന്നെ അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ഖണ്ഡങ്ങളും തലയും മേധസ്സും യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിന്മീതെ അടുക്കി വെക്കണം. പ്രൈസ് ദി ലോർഡ്. 6-ാം അധ്യായത്തിലേക്ക് ഓടി നമുക്കൊന്ന് വരാം. 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ലേവ്യ പുസ്തകം തന്നെ 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അഹരോനോടും പുത്രന്മാരോടും കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ, അടുത്തത്, ഹോമയാഗത്തിന്റെ പ്രമാണമാവിത്. ഹോമയാഗം രാത്രി മുഴുവനും ഉഷസ് വരെ യാഗപീഠത്തിന്മേലുള്ള വിറകിന്മേൽ ഇരിക്കുകയും യാഗപീഠത്തിലെ തീ അതിനാൽ കത്തിക്കൊണ്ടിരിക്കുകയും വേണം. അതെ. പുരോഹിതൻ പഞ്ഞിനൂൽ കൊണ്ടുള്ള മതി. നീ അഹരോനോടും പുത്രന്മാരോടും കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ ഹോമയാഗത്തിന്റെ പ്രമാണമായത്. ഹോമയാഗം രാത്രി മുഴുവനും ഉഷസ് വരെ അഥവാ രാവെളുക്കോളം യാഗപീഠത്തിന്മേലുള്ള വിറകിന്മേൽ ഇരിക്കുകയും യാഗപീഠത്തിലെ തീ അതിനാൽ എന്ത് ചെയ്യണം? കത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അടുത്തത് 12-ാം വാക്യത്തിലൂടെ വരുമ്പോൾ അവിടെ വീണ്ടും കാണുന്നു, യാഗപീഠത്തിൽ തീ എന്ത് ചെയ്യണം? കെട്ടുപോകാതെ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? കത്തിക്കൊണ്ടിരിക്കണം. പിന്നെ 9-ാം വാക്യത്തിൽ പറഞ്ഞത് രാവെളുക്കോളം എന്ത് ചെയ്യണം? കത്തിക്കൊണ്ടിരിക്കണമെന്നാ. ഇനി 12-ാം വാക്യത്തിൽ വരുമ്പോൾ എന്നാ പറയുന്നേ? പുരോഹിതൻ ഉഷസ്സു തോറും അതിന്മേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വെച്ച് അതിന്മീതെ സമാധാനയാഗങ്ങളുടെ മേധസ് എന്ത് ചെയ്യണം? ദഹിപ്പിക്കണം. 13-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി.
യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. യാഗപീഠത്തിൽ ഈ തീ എന്ത് ചെയ്യണം? ഒരിക്കലും കെടാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് സ്തോത്രം പുതിയ നിയമത്തിലെ ഭാഗത്തിലേക്ക് മടങ്ങി വരാം. ആമേൻ. അവിടെ നമ്മൾ വായിച്ചത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ അവിടെ യാഗത്തിന് ഇത്രമാത്രം സന്നാഹങ്ങൾ, സംവിധാനങ്ങൾ സകലതും വേണം. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് ഒരു കാളയുടെ കാര്യം തന്നെ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? സ്തോത്രം, ഒരു ആരാധന കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാള വേണമെന്നുള്ളത് ചിന്തിച്ചാൽ നമ്മൾ, ആമേൻ, ഹല്ലേലൂയ, നമ്മൾ പ്രയാസത്തിലാകും. ആമേൻ, ഹല്ലേലൂയ. എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് കർത്താവ് പറയുക, നോ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. അർത്ഥം, പുതിയ നിയമത്തിൽ ആ പഴയ നിയമത്തിലെ യാഗപീഠം വേണ്ട, ഞാൻ എൻ്റെ ഹൃദയത്തിൽ തന്നെയാണ് യാഗപീഠം. പുതിയ നിയമത്തിൽ പഴയതുപോലൊരു കാള വേണ്ട, ഞാൻ തന്നെയാണ് യാഗമൃഗം. ആമേൻ. പഴയ നിയമത്തിലേതുപോലെ പുതിയ നിയമത്തിൽ ഒരു കത്തി വേണ്ട. ആമേൻ. ഇരുവായ്ത്തലയുള്ള ദൈവത്തിന്റെ വചനമാകുന്ന ആ വാള് തന്നെയാണ്, ആമേൻ, ഈ പുതിയ നിയമത്തിലെ കത്തി. ആമേൻ. പുതിയ നിയമത്തിൽ, ആമേൻ, വിറക് എപ്പോഴും അടുക്കിക്കൊണ്ടിരിക്കേണ്ട, രാത്രിയും പകലും വിറക് അടുക്കണ്ട. പക്ഷേ എൻ്റെ യാഗപീഠത്തിൽ എപ്പോഴും കത്തുന്ന തീ വേണം. പരിശുദ്ധാത്മാവിൻ്റെ തീ എൻ്റെ ഉള്ളിൽ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ഇതിനെക്കുറിച്ച് ആമേൻ, ആമേൻ, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നു, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, രാവിലെ ചിന്തിച്ച ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സജീവ സഹവാസം അഥവാ ഇൻഡ്വെല്ലിംഗ് എക്സ്പീരിയൻസ്, ഇൻഡ്വെല്ലിംഗ് സ്പിരിറ്റിനെ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ അവസാനത്തോളം നിലനിർത്തി വിശുദ്ധ ജീവിതത്തിൽ പൂർണ്ണ ജയാളിയായി എനിക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാമെന്നുള്ളതിനെ ആമേൻ നമ്മൾ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നമ്മൾ, ആമേൻ, ചിന്തിക്കുവാൻ പഠിക്കാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-9 ആമേൻ വാക്യങ്ങൾ അതിൽ തുടങ്ങി. ആമേൻ. റോമാലേഖനം 8:11 അത് അവസാനിപ്പിച്ചത്. ആമേൻ. പാപം, നീതി, ന്യായവിധി ഇവ മൂന്നും ഓർമ്മിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനം കേൾക്കാനായിട്ട് മനസ്സ് വെക്കുന്നവന്റെ ഹൃദയത്തിലേക്ക് വരുന്നു. ആമേൻ. ആ വരുന്ന പരിശുദ്ധാത്മാവ്, ആമേൻ, ഹല്ലേലൂയ, പാപവും നീതിയും ന്യായവിധിയും, ആമേൻ, ദൈവത്തിന്റെ വചനം കേൾക്കാൻ മനസ്സ് വെക്കുന്നവന്റെ മുമ്പിൽ വെക്കുമ്പോൾ അതിൽ പാപത്തെ തിരസ്കരിച്ച് നീതിയെ തിരഞ്ഞെടുത്ത് ന്യായവിധിയെ ഒഴിവാക്കുന്നവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അധിവാസം ചെയ്യുന്നു. ആമേൻ, ഹല്ലേലൂയ. അവന് പിന്നീട് ഉണ്ടാകുന്നത് ദൈവവചനത്തിന് വേണ്ടിയുള്ള നിരന്തരമായ ദാഹമാണ്. ആ വചനത്തിന് വേണ്ടിയുള്ള ദാഹം ഈ വചനം മുഴുവൻ വായിക്കാനായിട്ട് അവനെ പ്രേരിപ്പിക്കുന്നു, പഠിക്കാനായിട്ട് അവനെ പ്രേരിപ്പിക്കുന്നു. ആ പഠനം അവനെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലയമായി തീരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ തീരുമാനമാണ് സ്നാനം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അർത്ഥം 1 പത്രോസ് ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ കൂടെ ഒക്കെ നമ്മൾ പഠിക്കാനായിട്ട് ഇടയായി തീർന്നു, ആവർത്തിക്കുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ അങ്ങനെ നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ട് സ്നാനപ്പെടുന്ന അഥവാ സ്നാനം എന്ന പ്രക്രിയ ഒരു പ്രാർത്ഥനയാണ്. ഈ വെള്ളത്തിൽ എൻ്റെ ശരീരത്തെ മുഴുവൻ ഞാൻ മുക്കുവാൻ ഏൽപ്പിച്ചു തരുന്നത് പോലെ, ആമേൻ, ഈ ദൈവവചനമാകുന്ന മഹാസാഗരത്തിൽ എന്നെ മുഴുവനായി കഴുകി എന്നെ അങ്ങയുടെ ഹൃദയമുള്ളവരാക്കി തീർക്കണമേ എന്നതാണ് ആ പ്രാർത്ഥന. ആ പ്രാർത്ഥനയോടെ ദൈവവചനത്തെ അനുസരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് സ്ഥിരവാസത്തിന് വരുന്നു. ഹല്ലേലൂയ. അതിനുശേഷം എഴുതിയിരിക്കുന്നത് 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ, യോഹന്നാൻ 16:13 എഴുതിയിരിക്കുന്നത്, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുന്ന. പ്രൈസ് ദി ലോർഡ്. ഇതിനെല്ലാം വേണ്ടത് എന്നതാ? ഞാൻ ദൈവവചനം മനഃപൂർവമായി
വായിക്കണം. വായിച്ച വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കണം. ഈ പ്രോസസ്സാണ് എന്നെ ആത്മീയമായിട്ട് വളർത്തി ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവമുള്ളവനാക്കി തീർക്കുന്നത്. മടങ്ങി വരുന്നു. ഈ പ്രോസസ് ജീവിതത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് സ്തോത്രം സമ്പൂർണ്ണ യാഗമാക്കി കർത്താവിൽ വിലയം പ്രാപിക്കുന്ന അനുഭവമാണ് ഈ സന്ദേശത്തിലുള്ളത്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ വളരെ മനോഹരമായിട്ട് അവിടെ എഴുതി വച്ചിരിക്കുന്നു. ആമേൻ, സ്തോത്രം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. അടുത്തത്, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും നിശ്ചയം. കുറച്ചു കാലത്തിനുള്ള ജീവിതമല്ല, നിത്യജീവൻ നിങ്ങൾ ജീവിക്കും നിശ്ചയം. അർത്ഥം, എൻ്റെ ഉള്ളിൽ, എൻ്റെ ശരീരത്തിൽ, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ചിന്ത, ഒരാഗ്രഹം, ഒരു ലക്ഷ്യം എൻ്റെ ഉള്ളിലേക്ക് ഉയർന്നു വരുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ദൈവത്തിൻ്റെ വചനം, ആമേൻ, അതിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാനായിട്ട് എഴുന്നേറ്റ് വരും. ആമേൻ, എൻ്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന ആ ദൈവികമല്ലാത്ത ചിന്തയെ, ആഗ്രഹത്തെ, ഇഷ്ടത്തെ, എൻ്റെ ജഡത്തിൻ്റെ ആഗ്രഹത്തെ ആ ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യും? വെട്ടും. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ ആഗ്രഹത്തെ വെട്ടി, ആമേൻ, ഞാനാകുന്ന യാഗപീഠത്തിന്റെ ഉള്ളിലെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കനലിലേക്ക്, ആമേൻ, ഹല്ലേലൂയ, ആ ജഡത്തിന്റെ ഇച്ഛയെ ഇടും. ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി എൻ്റെ ഉള്ളിലെ ആഗ്രഹത്തെ കത്തിച്ച് ചാമ്പലാക്കും. അദൃശ്യമായ ഒരു പുക, മനുഷ്യർക്കാർക്കും കാണാത്ത ദൈവത്തിന് അതീവ സൗരഭ്യമായ അസാധാരണമായ ഒരു വാസന എൻ്റെ ഹൃദയത്തിൽ നിന്ന് എൻ്റെ ജഡത്തിൻ്റെ പ്രവർത്തികൾ കത്തിച്ചാമ്പലാകുമ്പോൾ ഉയർന്നുകൊണ്ടിരിക്കും. ദിസ് ഈസ് ട്രൂ വർഷിപ്പ്. ഹല്ലേലൂയ. ഇതാണ് യഥാർത്ഥ ആരാധന. ഹല്ലേലൂയ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ച് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നത്, നിങ്ങൾ സ്തോത്രം എന്ത് ചെയ്യണം? ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. 1-2 ഭാഗങ്ങൾ കൂടെ ഒന്ന് പ്രൂവ് ചെയ്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സ്തോത്ര സങ്കീർത്തനം 40-ാം സങ്കീർത്തനത്തിൻ്റെ 6, 7, 8 വാക്യങ്ങൾ. ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. അതെ, മതി മതി. ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല. ഇത് നിയമിച്ച ദൈവം തന്നെ പറയും, ഇതൊന്നുമല്ല എൻ്റെ ആഗ്രഹം. പിന്നെ എന്താണ്? നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഈ ഭാഗം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പുറപ്പാട് പുസ്തകത്തിൽ അവിടെ കാണുമ്പോൾ ദാസനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അടിമയെക്കുറിച്ചുള്ള പ്രമാണം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആമേൻ, യജമാനനോട്. അപ്പം ഒരു അടിമ അല്ലെങ്കിൽ സ്തോത്രം അവന് ജോവേൽ സംവത്സരത്തിൽ അവൻ്റെ സംവത്സരം തികച്ചു കഴിയുമ്പോൾ അടിമയ്ക്ക് എന്ത് ചെയ്യാം? സ്വതന്ത്രനാണ്. അങ്ങനെ സ്വതന്ത്രനായിട്ട് പോകാനായിട്ട് ഈ അടിമയ്ക്ക് എന്തില്ല? ഇഷ്ടമില്ല എങ്കിൽ അവനോട് അവൻ പറയുന്നു, ഞാൻ എൻ്റെ യജമാനനെ സ്നേഹിക്കുന്നു, എൻ്റെ ഭാര്യയെ മക്കളെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ വിട്ടെന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. ഇങ്ങനെ പറയുന്ന ദാസനെ അല്ലെങ്കിൽ അടിമയെ അവനെ ചെയ്യുന്നത് കട്ടളപ്പടിയോട് ചേർത്ത് വെച്ചവൻ്റെ കാതെന്ത് ചെയ്യും? സ്തോത്രം, ഹല്ലേലൂയ, തുളയ്ക്കും. ആ ദാസൻ അല്ലെങ്കിൽ അടിമ പിന്നെ ആ ഭവനത്തിൽ പിന്നെ ഒരിക്കലും അവനോട് എന്ത് ചെയ്യുന്നില്ല. ആക്ച്വലി അവൻ്റെ അടിമത്തത്തിൻ്റെ ചങ്ങല വരെ അവിടെ എന്ത് ചെയ്യുക? പോകുക. അവൻ ദാസനെന്നുള്ളതിനേക്കാൾ ഒരവകാശിയോ മകനോ ആയിട്ട് അവിടെ മാറുക ചെയ്യുന്നത്. അതിനേക്കാൾ ഉപരി സ്തോത്രം, എൻ്റെ ശരീരവും എൻ്റെ മാംസവും എനിക്കുള്ളതെല്ലാം ഞാൻ മുഴുവനും യജമാനൻ എന്താണ്? കംപ്ലീറ്റ്ലി സറണ്ടേഡ്. ഹല്ലേലൂയ. ഞാൻ സമ്പൂർണമായിട്ട് നിനക്ക് എന്ത് ചെയ്യുക? വിട്ടുതരിക. ഈ 40-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഇതേ ഭാഗം എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എടുത്തെഴുതിയിരിക്കുമ്പോൾ ഇതേ കാര്യം തന്നെ കുറെ കൂടെ ഭയങ്കരമായിട്ടാണ് അത് തന്നെ എഴുതിയിരിക്കുന്നത്. എബ്രായ ലേഖനം അതിൻ്റെ 10-ാം അധ്യായം
5, 6, 7 തിരുവെഴുത്തുകൾ നമുക്ക് ഓടിച്ചൊന്ന് വായിക്കാം. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാട് നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. നീ ചെവികളെ പയ്യെ വായിച്ചാൽ മതി. സ്തോത്രം. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ഇവിടെ പറയുമ്പോൾ എങ്ങനെയാ പറയുന്നേ? ഒരു ശരീരം എനിക്ക് ഒരുക്കിയിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, 50 വർഷമായിരിക്കാം, 60 വർഷമായിരിക്കാം, 70 വർഷമായിരിക്കാം, 80 വർഷമായിരിക്കാം, 90 വർഷമായിരിക്കാം, 100 വർഷമായിരിക്കാം. എൻ്റെ ആയുസ് എത്രയാണെന്ന് എനിക്കറിയത്തില്ല. മനുഷ്യൻ്റെ ആയുസ് 70, ഏറെ ആയാൽ 80 എന്ന് പറയുന്നു. 120, 130 വയസ്സ് വരെ ഒക്കെ ആൾക്കാർ ഈ കാലത്തിലും ജീവിക്കുന്നു, ചെറിയ പ്രായത്തിൽ മരണപ്പെടുന്നു. ആമേൻ. ഇതെല്ലാം സംഭവിക്കുന്നു. എനിക്ക് ഭൂമിയിൽ ശരീരത്തിൽ വസിക്കാൻ ഒരു കാലയളവിനെ ദൈവം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. നീ എനിക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ശരീരം തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം നമ്മൾ വായിച്ചത് എങ്ങനെയാ? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഇവിടെ കർത്താവ് പറയുക, ഹല്ലേലൂയ, 4 സങ്കീർത്തനത്തിൽ അവിടെ സ്തോത്രം യാഗങ്ങളുടെ പൂർത്തീകരണത്തെയാണ് അവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നത്. അവിടെ സ്തോത്രം കർത്താവ് നടത്താൻ പോകുന്ന പരമയാഗത്തെയാണ് അവിടെ ചിത്രീകരിക്കുന്നത്. എന്നാൽ ആ യാഗത്തെ നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കുന്നത് എന്തിനാ? നമ്മളെ ഇതിനാ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. എന്നിൽ സംഭവിക്കേണ്ടത് ഇതാ, ഞാൻ കർത്താവിനെ തിരിച്ചറിഞ്ഞ ഞാൻ കർത്താവിനോട് പറയുക, യു ഹാവ് ഗിവൺ മീ എ ബോഡി. നീ എനിക്കൊരു ശരീരം തന്നിരിക്കുന്നു. എനിക്കൊരു സ്തോത്രം തിരിച്ചറിവുള്ള, ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന, സജ്ജമായ, സംസാരിക്കാൻ കഴിവുള്ള, ആമേൻ, വിചിന്തനത്തിന് ശേഷിയുള്ള ഒരു ശരീരത്തെ, ഒരു ഫിസിക്കൽ ലൈഫ് ഈ ഭൂമിയിൽ എനിക്ക് തന്നിരിക്കുന്നു. നീ തന്നിരിക്കുന്നു. അതവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പുതിയ നിയമത്തിലെ ജീവിതം എന്ന് പറയുന്നത് എന്തായി തീരണം? നമ്മുടെ സമർപ്പണം ഇങ്ങനെയായിരിക്കണം, കർത്താവേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. എൻ്റെ ഇഷ്ടത്തെ ദൈവ ഇഷ്ടത്തിന് വേണ്ടി യാഗമാക്കുന്നതാണ് പുതിയ നിയമത്തിൻ്റെ ആരാധന. എൻ്റെ ഇഷ്ടത്തെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി യാഗമാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിൽ ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ശരീരത്തെ അടക്കുന്നതുണ്ട്. ആമേൻ. എൻ്റെ ഉള്ളിൽ ഉയർന്നു വരുന്ന സകല പ്രവർത്തികളെയും ഞാൻ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി, അനുസരണത്തിന് വേണ്ടി അമർച്ച ചെയ്യുന്നതുണ്ട്. ആമേൻ. ആകത്തുക പറഞ്ഞാൽ ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. ഇതാണ് ക്രിസ്തീയ ജീവിതം, വിജയകരമായ ക്രിസ്തീയ ജീവിതം, ബുദ്ധിയുള്ള ആരാധന. 50 സങ്കീർത്തനത്തിലേക്ക് ഓടി നമുക്കൊന്ന് വരാം. 50 സങ്കീർത്തനം. ഹല്ലേലൂയ. 1 വാക്യം തൊട്ട് പയ്യെ ഒന്ന് വായിച്ചു. ദൈവം യഹോവയായ ദൈവം അരുളി ചെയ്തു, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം യഹോവയായ ദൈവം അരുളി ചെയ്തു, സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ അവൻ ഭൂമിയെ എന്ത് ചെയ്യുന്നു? വിളിക്കുന്നു. അതിൻ്റെ അർത്ഥം ഓടിച്ചെന്ന് പറയുക. 1, ലോകാരംഭം മുതൽ, അല്ലെങ്കിൽ മനുഷ്യന് വീഴ്ച സംഭവിച്ച സമയം മുതൽ, ആരംഭം മുതൽ അവസാനത്തെ ഭൂമി ജനിക്കുന്ന വ്യക്തി വരെ ഉള്ളവരെ കർത്താവ് എഴുതിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ. പ്രൈസ് ദി ലോർഡ്. പ്രകാശമുണ്ടായ കാലം മുതൽ പ്രകാശം അസ്തമിക്കുന്ന കാലം വരെ ദൈവം എന്തുകൊണ്ടിരിക്കുന്നു? വിളിക്കുന്നു. നീ ഒരു വ്യക്തിയിലേക്ക് വരുമ്പോൾ, എൻ്റെ ജനനം മുതൽ എൻ്റെ മരണം വരെ ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? എന്നെ തന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുക, വിളിച്ചോണ്ടിരിക്കുക. ദൈവം യഹോവയായ ദൈവം അരുളി ചെയ്തു, സൂര്യന്റെ ഉദയം മുതൽ
അസ്തമയം വരെ വരെ ഭൂമിയെ വിളിക്കുക. അടുത്തത്, സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. അടുത്തത്, നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കയില്ല. അവന്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു, അവന്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. അടുത്ത 4, തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. ആമേൻ. ഈ കാര്യത്തെ നമ്മൾ പ്രസ്താവിക്കുമ്പോൾ ആവർത്തന പുസ്തകത്തിൽ ദൈവം പ്രമാണം സകലതും കൊടുത്തിട്ട് ഹല്ലേലൂയ അവിടെ മോശയോട് കൽപ്പിക്കുമ്പോൾ പറയുന്നത്, ഇത് മുഴുവൻ ആരെ സാക്ഷിയാക്കിയ കർത്താവ് കൊടുക്കുന്നത്? ആകാശത്തെയും ഭൂമിയെയും സാക്ഷിയാക്കിയാണ് ദൈവം മനുഷ്യന് എന്ത് കൊടുത്തത്? പ്രമാണം കൊടുത്തത്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ഒരു കാര്യവും കൊണ്ട് മറിക്കാൻ പറ്റാത്ത ആകാശവും ഭൂമിയുമാണ് നമുക്ക് വേണ്ടി സാക്ഷ്യം പറയാനായിട്ട് എന്ത് ചെയ്യുന്നേ? ന്യായവിധിയുടെ സമയത്ത് നോ ലൂപ്പ് ഹോൾസ്, ഒരു പഴുതുമില്ല. ആമേൻ, ഹല്ലേലൂയ. ഈ ചിത്രീകരണം മുഴുവൻ ഏത് 2 സ്ഥലത്താണ് നടക്കുന്നത്? ഒന്ന് ആകാശത്തിൽ, 2 ഭൂമിയിൽ. സാക്ഷ്യം പറയാനുള്ളത് ആകാശവും ഭൂമിയും. ആമേൻ, ഹല്ലേലൂയ. എന്നിട്ട് 5-ാം വാക്യമാണ് ഇതിനകത്തെ ഏറ്റവും ഭയങ്കരമായ വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത്, gather my godly ones, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. ഏത് യാഗം കഴിച്ചവരാ? പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ തൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥതയോടെ തനിക്കുള്ളതിൽ ഒരു ഊനവുമില്ലാത്ത ഏറ്റവും ശ്രേഷ്ഠമായതിനെ താൻ യാഗമാകുന്നതിന് പകരം, താൻ മരിക്കുന്നതിന് പകരം ആത്മാർത്ഥതയോടെ ഹൃദയപൂർവ്വം ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിച്ച് ഹല്ലേലൂയ തൻ്റെ പാപത്തിന് പരിഹാരം ചെയ്ത പഴയ നിയമത്തിലെ വിശ്വസ്തയോടെ യാഗം ചെയ്ത അനേക യാഗം കഴിച്ച വിശുദ്ധന്മാരുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ച, അഥവാ ഓരോ ദിവസവും ദൈവത്തിന്റെ വചനത്തെ വ്യക്തമായിട്ട് വായിച്ച് ആ വചനം കൊണ്ട് തന്നെ പരിശോധിച്ച് ആ വചനം കൊണ്ട് തൻ്റെ ഉള്ളിലെ ജഡത്തിന്റെ പ്രവൃത്തികളെ തകർത്ത് ക്രിസ്തുവിന്റെ സ്വഭാവത്തോട്, അവിടുത്തെ ആളത്വത്തോട്, അവിടുത്തെ മനോഹരത്വത്തോട് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേകർ ഭൂപ്പരപ്പിലുണ്ട്. എല്ലാവരെയും ചേർക്കാനല്ല കർത്താവ് വരുന്നത്. gather my godly ones. പഴയ നിയമത്തിൽ ആത്മാർത്ഥതയോടെ ആ യാഗം കഴിച്ചവരെയും, പുതിയ നിയമത്തിൽ ഈ യാഗം ഇങ്ങനെ കഴിച്ചവരെയും ഇവരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോക സംഭവങ്ങൾ സകലതും ഈ കൂട്ടിച്ചേർക്കലിൻ്റെ സമാഗതമായെന്ന് വ്യക്തമായിട്ട് വിളിച്ചറിയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാഗം കഴിച്ച് എന്നോട് സ്തോത്രം നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ആമേൻ, ഹല്ലേലൂയ. സന്ദേശം തീർന്നു. നമ്മളെ തന്നെ ഒന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നമ്മുടെ ആരാധന ബുദ്ധിയുള്ള ആരാധനയായി തീരട്ടെ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. എന്നെ തന്നെ യാഗമാക്കുക. എൻ്റെ ശരീരം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുക. എൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛയ്ക്കൊത്തവണ്ണമല്ല, ശരീരത്തിൽ ഉയരുന്ന ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായ സകലത്തെയും ദൈവത്തിൻ്റെ വചനമാകുന്ന വാൾ കൊണ്ട് വെട്ടി നുറുക്കി എൻ്റെ ഉള്ളിൽ തന്നെയുള്ള പരിശുദ്ധാത്മ അഗ്നിയിൽ അതിനെ കത്തിച്ച് ചാമ്പലാക്കി എന്നെ തന്നെ അടക്കി ഞാൻ ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി എന്നെ തന്നെ കർത്താവിന് സമർപ്പിക്കുന്ന ആ പ്രക്രിയയുടെ ആകത്തുകയാണ് പുതിയ നിയമത്തിലെ ആരാധന. ആ ആരാധനയിൽ ഞാൻ കർത്താവാകുന്ന തലയോളം വളരുന്നു. എന്നിലെ മാനുഷിക ജഡിക സ്വഭാവങ്ങൾ അമരുന്നു, കുറയുന്നു. അവൻ എന്നിൽ വളരുന്നു, ഞാൻ കുറയുന്നു. ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങളെ സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു. അർത്ഥവത്തായ ബുദ്ധിയുള്ള ആരാധനയെക്കുറിച്ച്
ഇന്ന് ഈ സന്ധ്യയിൽ ഞങ്ങളോട് സംസാരിച്ച അങ്ങയുടെ മഹാകരുണയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, ദൈവവചനം കേവലം അറിവോ ശബ്ദമോ ആയിട്ടല്ല, ജീവനായി, ജീവന്റെ സമൃദ്ധിയായി അങ്ങയുടെ മക്കൾ ഓരോരുത്തരിലേക്കും ശക്തിയോടെ വ്യാപരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഇത് അങ്ങയുടെ ജനത്തിൽ ജീവനായി വ്യാപരിക്കട്ടെ. ഇത് അങ്ങയുടെ മക്കളിൽ ജീവനായി തീരട്ടെ. ഹല്ലേലൂയ, ആമേൻ. അവിടുത്തെ അത്ഭുതകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിരുദ്ധമായി വ്യാപരിക്കുന്ന പിശാചിന്റെ സകല പ്രവൃത്തികളെയും, എല്ലാ ചോദ്യങ്ങളെയും, ബുദ്ധിയുടെ സകല പ്രമാണങ്ങളെയും യേശുവിന്റെ നാമത്തിൽ തകർക്കുന്നു. കർത്താവേ, അങ്ങയുടെ വരവിനായി ഞങ്ങളെ തേജസ്സോടെ അങ്ങേ പ്രസാദിപ്പിച്ചുകൊണ്ട് ഒരുക്കുന്ന പ്രക്രിയകൾക്കായിട്ട് സ്തോത്രം. മഹത്വം എല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങയുടെ വചനത്തിൻ്റെ വാതിൽ ഞങ്ങളുടെ മുമ്പിൽ തുറന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.